ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ രാത്രിയിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ അടിപൊളി ഒരു ഫിഷിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ഒരു ഫിഷിൻ്റെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. അതിനും വേണ്ടിയിട്ട് ഇതാ ഞാൻ ഫിഷ് ഒരു അരമണിക്കൂർ മുന്നേ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ കേര എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിഷാണ്. പിന്നെ ഇതുപോലുള്ള ഏത് ഫിഷ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പോളിലേക്ക് ഇതാ ഞാൻ ഒരു 3/4 കപ്പ് മൈദ എടുത്തുക്കണേ. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ ഇല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതാ 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒറിഗാനോ, പിന്നെ ഇതാ ഈ ഒരു പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് നമ്മൾ കൂടി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഫിഷിലും അതുപോലെ ഈ ഒരു പൊടിയിലൊക്കെ ചേർത്ത് കൊടുക്കണമല്ലേ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിക്കണ്. ഇപ്പോൾ ഈ പൊടികളൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ പൊടികളൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിക്കണേ. ഇനിയിപ്പോൾ ഇതാ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തിക്കണേ. അപ്പോൾ ഞാൻ ആ ഫിഷ് ആ ഒരു മൈദനിൽ ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ആ ഒരു വീഡിയോ സ്കിപ്പായി പോയതാണ്. അടുത്ത ബാച്ച് ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇങ്ങനെ ഫിഷ് 2 പുറം നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഒരു പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ബട്ടറോ അല്ലെങ്കിൽ ഓയിലാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. ഇതാ ഫിഷൊക്കെ നല്ലോണം ബ്രൗൺ കളറായിട്ട് റെഡിയായി വന്നിക്കണേ. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ എല്ലാ ഫിഷും ഈ ഒരു മൈദൻ്റെ ഈ ഒരു മിക്സിൽ നല്ലോണം കോട്ട് ചെയ്തിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാൻ. മീനൊക്കെ ഇതാ ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്തുക്കണേ. ഇനിയിപ്പോൾ വേറൊരു പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ക്യൂബ് ബട്ടർ ചേർത്ത് കൊടുത്തുക്കണേ. ഒരു ക്യൂബ് എന്ന് പറയുന്നത് ഒരു 2-2.5 ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ടാവും കേട്ടോ. അതൊന്ന് മെൽറ്റായി വന്നപ്പോൾ അതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുത്തുക്കണേ. ഇപ്പോൾ ആ ഒരു വെളുത്തുള്ളിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഇതാ 2 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇതാ 4 ക്യൂബ് ബട്ടറും കൂടിയും ചേർത്ത് കൊടുത്തുക്കണേ. ഇപ്പോൾ ഇതാ ഒരു ബട്ടറൊക്കെ നല്ലോണം ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. പിന്നെ അതിലേക്ക് ഇതാ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ തന്നെ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുത്തുക്കണേ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂണ് മൈദ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മൈദ ഈ ഒരു ബട്ടറിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അത് നല്ലോണം ഒന്ന് കട്ട കെട്ടിയ മാതിരിയിട്ട് തോന്നും. അത് കുഴപ്പമില്ല, അതൊരു സോസായിട്ട് വരുമ്പോൾ അത് റെഡിയാവും. ഇപ്പോൾ ഈ ഒരു മൈദ ഈ ഒരു ബട്ടറിൽ കടന്നിട്ട് നല്ലോണം ഒന്ന് കുക്കായിട്ട് വരണം. ഇനിയിപ്പോൾ അതിലേക്ക് ആ ഒരു സോസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാനൊരു 3/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അത് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളത് ഇതുപോലെ കുറുക്കിയെടുക്കുമ്പോൾ ആ ഒരു മൈദ കട്ട കെട്ടിയതൊക്കെ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സോസായിട്ട് വരും കേട്ടോ. ഇതാണ് ആ ഒരു സോസിൻ്റെ കൺസിസ്റ്റൻസി. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ആ ഒരു ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിൽ ഫിഷ് വെച്ച് കൊടുത്തിക്കണേ. ആ ഒരു ഫിഷിൻ്റെ മുകളിൽ കൂടെ ഈ ഒരു സോസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. സോസ് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് കൂടുതൽ സോസ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനിയിപ്പോൾ ഇതാ കുറച്ചൊരു ഭംഗിക്കും അതുപോലെ ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് വിത്ത് ലെമൺ ബട്ടർ സോസ് റെഡി ആയിക്കണേ. ഇത് നമുക്ക് ഡിന്നറിന് റൊട്ടീൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഫിഷൊക്കെ വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ നല്ലൊരു ഡിഷ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ ഇതാ ഫുഡ് കഴിക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ രാത്രിയിലുള്ള കിച്ചൺ ക്ലീനിങ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പാണ് കേട്ടോ. നല്ലോണം ഇതുപോലെ കിടക്കുന്ന സമയത്ത് നല്ലോണം ഒന്ന് തുടച്ചിടും. ഈ ഒരു തുണിമേൽ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ആക്കിയിട്ടാണ് കേട്ടോ തുടച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു എണ്ണമയവും കാര്യങ്ങളും ഒക്കെ നമുക്ക് പോയി കിട്ടും. ഇനിയിപ്പോൾ ഇതാ ആ ഒരു തുണി വെച്ചിട്ട് തന്നെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളും ഒക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. പിന്നെ രാത്രിയിലും ഞാൻ ആ ഒരു കൗണ്ടർ ടോപ്പുമ്മലുള്ള ആ ഒരു കണ്ടെയ്നേഴ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കും. കാരണം രാവിലെ വരുമ്പോൾ നല്ലൊരു ഫ്രഷ് ആയിരിക്കും. നമ്മൾ അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ രാവിലെ വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റി ആയിരിക്കും. ഇനിയിപ്പോൾ ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാണ്ടായിരുന്നു. അതൊക്കെ കഴുകി വെച്ചതിന് ശേഷം സിങ്കും നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യും കേട്ടോ. കിച്ചണ് മൊത്തത്തിൽ തന്നെ ഇതുപോലെ ക്ലീനാക്കി കിടന്നിട്ടുണ്ടെങ്കിൽ രാവിലെ നമുക്ക് കുറേ പണികളൊക്കെ ഒഴിഞ്ഞൊരു ഫീലാണ് കേട്ടോ. പാത്രങ്ങളൊന്നും ഒരിക്കലും സിങ്കിൽ അതുപോലെ ഇട്ടിട്ട് കിടക്കരുത്. അതൊക്കെ രാവിലെ നമുക്ക് ഭയങ്കര സ്ട്രെസ്സ് തരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുപോലെ കൗണ്ടർ ടോപ്പും അതുപോലെ സിങ്കേരിയും ഒക്കെ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ നല്ലൊരു ആശ്വാസമായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇതാ സിങ്കിൻ്റെ ആ ഒരു ഭാഗം കൂടി നല്ലോണം ഒന്ന് തുടച്ചിടുകയാണ്. പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ തുടക്കണം ആ ഒരു ക്ലോത്തും കാര്യങ്ങളും രാത്രി നല്ലോണം സോപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മളൊന്ന് നിവർത്തിയിടുകയാണെങ്കിൽ അത് രാവിലെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.